മറിയക്കുട്ടിയമ്മക്ക് പലരും വന്ന് സഹായിക്കാന്ന് പറഞ്ഞു. സുരേഷ് ഗോപി വന്നിട്ട് വന്നു, പെൻഷൻ തന്നു, 1600 രൂപ തന്നു. പക്ഷെ വീട് വെച്ച് തന്നത് കോൺഗ്രസ് ആണ്, ഇവിടുത്തെ കോൺഗ്രസ് ആണ്. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. ആ പണ്ട് ഞാൻ അന്നും അതെ ഇന്നും അതെ എന്റെ കാരണന്മാർ കാലത്ത് ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ പുറകെ നടക്കുന്ന ഒരു പാർട്ടിയാണ്. അത് കാരണം ഇനി ഞങ്ങൾക്ക് പേടിക്കാൻ നടക്കാം, തുക ഇച്ചിട്ട് കുറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി നടക്കാം, ഞങ്ങൾക്ക് മറയില്ലാത്ത വീട്ടിൽ കിടക്കാം. ഇപ്പോഴെല്ലാം നല്ല വീടുണ്ടായി, അന്ന് ഈറ്റേനെ കൊണ്ട് മറിച്ച വീടാൻ നല്ല പിള്ളേർ സുന്ദരി പിള്ളേർ കിടക്കാം, എവിടെയും കിടക്കാം. അതാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം, ഫുൾ ആവശ്യം അത് തന്നെയാണ്. അത് തന്നെ കോൺഗ്രസിൻ്റെ കാലത്ത് സുഖമായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ആനക്കാട്ടിൽ എവിടെയും കുളിക്കാൻ പോയി, ഏത് കാട്ടിക്കടയും എവിടെയും ഞങ്ങളുടെ പുറകെ വാഴത്തുറി കയറി ഇരിക്കാറില്ല അവരെ പോലെ, ഈ ഗുണ്ടകളെ പോലെ. ഞങ്ങൾക്ക് ഈ ഗുണ്ടകളെ ഒതുക്കി കിടക്കണം. ഈ പിണ്ടായുടെ SFI ഉണ്ടല്ലോ, അവരെ ആദ്യം ഇല്ലാതെ പട്ടാളം, കൂലിപ്പട്ടാളം. സാധാരണ പിണറായിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ കൊല്ലുന്ന പരിപാടിയൊക്കെയാണ്. അതെ അതെ. മറിയക്കുട്ടിയമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? എനിക്ക് പ്രശ്നമുണ്ട്, വന്നോട്ട് വെച്ച് കാണാമെന്നോർത്ത് ഞാൻ നടക്കണം. അതിക്കുള്ളൊന്നുമില്ല. ഇനിയുള്ള പിള്ളേരെങ്കിലും കണ്ടുപിടിക്കണം, അതാണ് എൻ്റെ കാര്യം. എന്തായാലും കോൺഗ്രസ് ഇവിടുത്തെ അടിമാലിയിലെ കോൺഗ്രസ് വലിയൊരു വീട് വെച്ച് വന്നിരിക്കുന്നു. ഇനി മറിയക്കുട്ടിയമ്മ ഒരു നല്ല സുന്ദരമായ ഒരു വീട്ടിലാണ് കിടന്നുറങ്ങുക. എന്റെ ഇടയ്ക്ക് ഞാൻ പറയും കേട്ടോ, സുരേഷ് ഗോപി വിളിച്ചാലൊന്ന് പോകും കേട്ടോ, പാർട്ടി ഒന്നും മറന്നല്ല. അത് കോൺഗ്രസ് BJP അല്ലേ. സുരേഷ് ഗോപിയുടെ വലിയ താല്പര്യമാണ്, ഭയങ്കര ഇഷ്ടം. റവണറിയ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. അവരെന്നാ ആരും ആ റവണറോ പറയാ സുരേഷ് ഗോപി അല്ലേ പറഞ്ഞത്? ആ കരിങ്കൊടി പിടിച്ച എന്തിനാ പിടിച്ചേ? അതെന്നേരം എന്നെ എഴുതട്ടാ ഒക്കെ പറയണം. പറയാതിരിക്കാൻ ഞാൻ രംഗത്ത് ഇറങ്ങിട്ട് വോട്ടെടുക്കട്ടെ, പറയണ്ടേ ആ കൊടി പിടിച്ച എന്തിനാന്ന്. ഈ പിണ്ടായി നല്ലതായിട്ട് വേണ്ടേ മറ്റോ കൊടി പിടിക്കാൻ വേണ്ടേ? അയാള് മാതൃകയായിട്ട് ജീവിച്ചു കാണിച്ചു തന്നെ ജനങ്ങളെ. അതായത് നമ്മള് ഈ വീട് വെച്ച് തന്ന നേതൃത്വം കൊടുത്ത ഈ രണ്ട് നേതാക്കന്മാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവര് ഇവിടെ യാതൊരു കുഴപ്പമില്ല. ഈ നിൽക്കുന്ന ആള് ഇവിടെ ഇവിടെ എല്ലാവർക്കും നല്ല ഒരാളാണ്. ബാബു പള്ളത്തൂടി ബാബു മെമ്പർ. ഞാൻ അങ്ങനെ പറയും, ഇവിടുത്തെ മെമ്പറാണ്, ഞങ്ങളുടെ മെമ്പറാ. ഇപ്പൊ ഈ അടിമാലി പഞ്ചായത്ത് ഞങ്ങളുടെ അല്ലേ, അപ്പൊ ഞങ്ങളുടെ മെമ്പറല്ലേ. ഇവിടെ എല്ലാ വാർഡിലും നിൽപ്പുണ്ട്. അത് കൃത്യം എനിക്ക് അറിയാൻ പാടില്ല, വേണ്ട പറയാതെ. അത് എനിക്കറിയാം, ബാക്കി അറിയാൻ പാടില്ല. ബാക്കി അറിയാൻ പാടില്ല. അത് ഞങ്ങളുടെ ഞാൻ ചട്ടി പിടിച്ചിട്ട് കയറി ചെന്ന് കോൺഗ്രസ് ഓഫീസിൽ ഇത് നിൽക്കുന്ന ആക്കടെ മുമ്പിലാണ്. ആ 2010 തന്നെ എനിക്ക് നാളെ അല്ലെ ചോദിച്ചു നോക്കുന്നോണെന്നും പറയാ പറഞ്ഞു, ചോദിച്ചു നോക്കുന്നോണെയാണ്. പിന്നെ ഇവിടെ നടന്നു അതും യൂത്ത് കോൺഗ്രസ് പിള്ളേരാ. അതായത് മറിയക്കുട്ടിയമ്മ തുടങ്ങി വെച്ച ഒരു തീക്കൊളുത്തി വിട്ട സംഭവം കേരളത്തിൽ ആകെ പടർന്നു പിടിച്ച് അത് പിണറായി വിജയനെയും കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ കണ്ടത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ ഒന്നും ആയിട്ടല്ല. ഇവന് ഞങ്ങൾ രാജ്യം കടത്താതെ അങ്ങനെ എൻ്റെ ആഗ്രഹം. ഇവനെ ഇവിടെ കടൽ കടത്തണം. അവനെവിടെ അത് തന്നെയല്ല കുടിശ്ശിക വെച്ചേക്കണം, കഥനാവിന്റെ കാശൂടെ വേണം. അവനെവിടെയെല്ലാം മേടിച്ചു കൂട്ടിയിട്ടുണ്ട്, അതെല്ലാം വിറ്റ് നികത്തണം. ആര് ജയിച്ചു വന്നോ അവര് ഇതെല്ലാം വിറ്റ് നികത്തണം. അല്ല അവര് കയ്യിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയല്ല. ഇവര് എവിടെയെല്ലാം ഉണ്ടാക്കി അതെല്ലാം വിൽക്കണം. കാശുണ്ട് അത് നികത്താൻ. ഈ ഖജനാവിലെ കാശാത് അതിന് വേണം. ആര് ജയിച്ചാൽ അത് പിടിച്ചെടുക്കണം. അത് ആര് ജയിച്ചോട്ടെ, ഇനിയിപ്പോ അച്ഛനയച്ച് ജയിച്ചോട്ടെ, അവര് പിടിച്ചെടുക്കണം. അത് മുഖ്യമായ കാര്യം.